നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള 4 കളിവള്ളങ്ങൾ കടന്നു വരുന്നു. വളരെ ശക്തമായ ഒരു പ്രകടനത്തിലൂടെ 4 കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ ആനാരി പുത്തൻചുണ്ടൻ, അതേ ആനാരി ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് മുട്ടേൽ കൈനഗരി, മൂന്നാമത്തെ ട്രാക്കിലൂടെ ചെറുതന കടന്നു വരുന്നു. 4ാമത്തെ ട്രാക്കിൽ മോണിറ്ററിനോട് ഏറ്റവും അടുത്ത് കാണുന്നത് ശ്രീഗണേശൻ. 4 ടീം ജൂബിലി വർഷത്തെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം, വീറും വാശിയും കുമിഞ്ഞുകൂടുന്ന അത്യുജ്വലമായ ഒരു പോരാട്ടമാണ് ഈ കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. 60 വർഷം നീണ്ടുനിന്ന ചരിത്രം തുടിക്കുന്ന ഈ നെഹ്റു ട്രോഫി, ഈ ചരിത്രം കുട്ടനാട്ടുകാരുടെ സ്വപ്നമാണ്. ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിന്റെയും അദമ്യമായ ആഗ്രഹമാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ളത്. കാരണം ഇത് ഒരു ദിവസത്തെ സ്വപ്നമല്ല, ഇത് കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ അവർക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ ഒരു സ്വപ്നത്തിലോടുകൂടിയാണ് കഴിഞ്ഞ വർഷത്തെ 2011 ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച അവർ ഇവിടുന്ന് കടന്നുപോയത്. ഈ പുന്നമടയിൽ നിന്ന് അവർ പോയത് അടുത്ത വർഷം നെഹ്റു ട്രോഫി കരസ്ഥമാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതാണ് ഇവർ ഇവിടെ ശക്തമായി നടത്തുന്നത്. ഇതാ ഒന്നാമത്തെ ട്രാക്കിലുള്ള ആനാരി, രണ്ടാമത്തെ ട്രാക്കിലുള്ള മുട്ടേൽ കൈനഗരി, മൂന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതന, 4ാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശ്. 4 വള്ളങ്ങളും ഏകദേശം ഒരേ രീതിയിൽ ഒന്നിച്ചൊന്നായി തുഴഞ്ഞു വരുന്ന മനോഹരമായ ഒരു കാഴ്ച, ശക്തമായ കാഴ്ച. ഇതാണ് കായിക കരുത്തിന്റെ നേർക്കാഴ്ച, ഇതാണ് ഒളിമ്പിക്സിൽ കാണാത്ത കാഴ്ച, ഇതാണ് കുട്ടനാട്ടുകാരുടെ കരുത്തിന്റെ കാഴ്ച, ഇതാണ് കൊല്ലംകാരുടെ കരവിരുതിന്റെ കാഴ്ച, ഇതാണ് കുമരകംകാരുടെ ശക്തിയുടെ കാഴ്ച. കോട്ടയംകാരാണോ, ആലപ്പുഴ ജില്ലയാണോ, അതോ കൊല്ലം ജില്ലയാണോ? ആര് ജയിക്കും? കൊല്ലം ചിട്ടയാണോ, കോട്ടയത്തെ ചിട്ടയാണോ, കൈനഗരിയിലെ ഇടിച്ചുള്ള തുഴച്ചിലുള്ള ചിട്ടയാണോ? ഏതാണ് വിജയം കണ്ടെത്തുക? ഇതാ മനോഹരമായി തുഴയുന്നു. മുട്ടേൽ കൈനഗരിയാണോ, അതോ ചെറുതനയാണോ, അതോ ശ്രീഗണേശനാണോ, ആനാരിയാണോ? ഇത് പ്രവചിക്കുവാൻ കഴിയില്ല, ഇപ്പോൾ പ്രവചിക്കുവാൻ കഴിയില്ല. കാരണം ഏകദേശം 300-400 മീറ്റർ കഴിയുമ്പോൾ 1210 മീറ്റർ ദൈർഘ്യമുള്ള ഈ നെട്ടയത്തിന്റെ കാൽഭാഗം പിന്നിടുമ്പോൾ ഇപ്പോഴും ശക്തമായ ഒരു പ്രകടനത്തിൽ ആനാരിയാണോ, അതേ ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി ഒരു ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കൊല്ലംകാർ, തീർച്ചയായും കൊല്ലംകാർ വ്യക്തമായൊരു ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്, ഫൈനലിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. എങ്കിലും മുട്ടേൽ കൈനഗരിക്കാർ വിടുന്നില്ല. UBC കൈനഗരിയുടെ മുട്ടേൽ കൈനഗരി ശക്തമായ ഒരു പോരാട്ടം നടത്തുന്നു. ഇപ്പോൾ ആനാരിയും 4ാം നമ്പർ വള്ളം ആനാരി വളരെ മനോഹരമായ ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ അവർ ശക്തമായി തുഴഞ്ഞു വരുന്നു. 4ാം നമ്പർ വള്ളവും 1ാം നമ്പർ വള്ളവും ഇതാ മുട്ടേൽ കൈനഗരി ഇഞ്ചോടിഞ്ച് പരിധി കയറുന്നു. അല്ല, ഇതാ ചെറുതന വള്ളം, അതുമല്ല ശ്രീഗണേശൻ വള്ളപ്പാടുകൾക്ക് മുന്നിൽ എത്തുവാനുള്ള ഒരു ശ്രമമാണ്. ഇതാ ശ്രീഗണേശൻ വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഫ്രീഡം ബോട്ട് ക്ലബിന്റെ ശ്രീഗണേശൻ, കൈനഗരിക്കാർ തന്നെ തുഴയുന്ന ശ്രീഗണേശൻ. തീർച്ചയായും പരിശീലനത്തിന് കാര്യമുണ്ട്. ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ശ്രീഗണേശൻ ചെറുതനെയും മുട്ടേൽ കൈനഗരിയെയും ആനാരിയെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഇതാ ശ്രീഗണേശൻ വള്ളപ്പാടുകൾക്ക് മുന്നിലായിട്ട് ലീഡ് ചെയ്യുന്നു. ജിജി ജേക്കബ് പുതിയ ചരിത്രം എഴുതുന്നു. ഫ്രീഡം ബോട്ട് ക്ലബ്ബുകാര്, കൈനഗരിക്കാര് ഒരു പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് ശ്രീഗണേശനിൽ ഇതാ ഒരു വ്യക്തമായ ഒരു ലീഡ്, വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. വളരെ ശക്തമായ പ്രകടനം. ഇതാണ് മത്സരം. നെഹ്റു ട്രോഫിയുടെ 60 ആണ്ട് ചരിത്രമുള്ള വളരെ വാശിയേറിയ നെഹ്റു ട്രോഫിയിൽ ഇതാ 60ാമത്തെ ആണ്ടിൽ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു ശ്രീഗണേശ് തന്നെ. ശ്രീഗണേശും മുട്ടേൽ കൈനഗരിയും ചെറുതനയും ആനാരിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ശ്രീഗണേശാണ്. ജിജി ജേക്കബ് പൊള്ളയിലിന്റെ നേതൃത്വത്തിൽ ശ്രീഗണേശ് വളരെ വ്യക്തമായ ഒരു ലീഡ്. ശ്രീഗണേശും ആനാരിയും തമ്മിൽ പോരാടുന്നു. കൈനഗരി ഫ്രീഡം ബോട്ട് ക്ലബ്ബ് ഇതാ ചരിത്രം കുറിച്ചുകൊണ്ട് ശ്രീഗണേശിൽ വളരെ വ്യക്തമായ ഒരു ലീഡ്. 3ാം നമ്പർ വള്ളം ശ്രീഗണേശൻ. കഴിഞ്ഞ പ്രാവശ്യം പ്രഥമ പ്രസിഡന്റ്സ് ട്രോഫി കരസ്ഥമാക്കിയ ശ്രീഗണേശൻ വളരെ ശക്തമായ ഒരു പ്രകടനത്തിലൂടെ കടന്നു വരുന്നു. വളരെ വ്യക്തമായ ലീഡ്. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഒരു വള്ളപ്പാടിന് ശ്രീഗണേശൻ മുൻപിലാണ്. ഇപ്പോൾ ആനാരിയും മുട്ടേൽ കൈനഗരിയും ചെറുതനയും പിന്നിലാണ്. ശ്രീഗണേശൻ ഒരു വള്ളപ്പാടിന്. ഇതാ പരിശീലനത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്, പരിശീലനത്തിന് ഇവിടെ കാര്യമുണ്ട്. 1 മാസം 1.5 മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുക്കപ്പെട്ട ടീം തുഴയുന്ന ശ്രീഗണേശൻ, ജിജി ജേക്കബ് പൊള്ളയിലിന്റെ ക്യാപ്റ്റൻസിയിൽ ഇതാ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. 60ാമത്തെ നെഹ്റു ട്രോഫിയിൽ വജ്ര ജൂബിലി ട്രോഫി ശ്രീഗണേശൻ നേടി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. തുടർന്ന് ആനാരിയും